നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പച്ചക്കറികളായിരുന്നാലും ശരിയല്ല, ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നാലും ശരിയല്ല, നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന വളങ്ങൾ ചേർത്ത് നമ്മൾ നട്ടതിന് ശേഷം നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിനായിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിലുള്ള ചുരുക്കം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ വളം ഉണ്ടാക്കാൻ കഴിയും. നമുക്കതിന് വേണ്ടത് എന്തൊക്കെയാണെന്നറിയാമോ? ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ ഒന്നല്ല, ഒരു 2 സവാളയുടെ തൊലിയുണ്ട്. ഇന്നത്തെ ചായച്ചണ്ടി, ഒരു 2-3 ഏത്തപ്പഴത്തിൻ്റെ തോല്, ഇതൊരു 3 മുട്ടയുടെ തോടാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി തോല് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നല്ലൊരു കീടനാശിനിയായിട്ടും നല്ലൊരു വളവുമായിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതിനെ ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചിട്ട് വരാം. ഞാൻ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് 10 ഇരട്ടി വെള്ളം ചേർക്കാം. നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ. ഫംഗസ് ബാധയ്ക്ക് അതെ കഴിക്കാനും നല്ലത്. ഈ തരിയുള്ള ലിക്വിഡ് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വളർന്ന ചെടികളുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നമുക്ക് ഒരു സ്പ്രേയർ കുറച്ചെടുക്കാം. നമുക്കതിനെ ഒരു സ്പ്രേയറിലോട്ട് മാറ്റിയെടുക്കാം. ഞാൻ സ്പ്രേയറായിട്ട് ഉപയോഗിക്കുന്നത് വലിയ സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ കുഞ്ഞ് സ്പ്രേയർ ഉപയോഗിക്കാറില്ല. നമുക്ക് ഇലകളുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്യണമെങ്കിൽ വലിയ സ്പ്രേയറാണ് നല്ലത്. ചെറിയ സ്പ്രേയർ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ സ്പ്രേയർ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയോ എല്ലാം നമുക്ക് ആവശ്യമുള്ള ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ടല്ലോ. ആ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമുക്ക് നമ്മുടെ ചെടികളുടെ ചോട്ടിലൊഴിക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ എല്ലാം ചെയ്ത്. ഇവിടെ നമ്മുടെ അടീനിയൊക്കെ നല്ലതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ കാന്താരിയുണ്ട്. കാന്താരിയുടെ ഇലകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ അടീനിയും പൂത്തിരിക്കുന്നത് കണ്ടോ. അടീനിയം നല്ല അടിപൊളിയായിട്ട് പൂത്തിരിക്കുന്നുണ്ട്. പൂവിലോട്ട് ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല, അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അഡീനിയംസൊക്കെ ഇനി അങ്ങോട്ടുള്ള ഈ നല്ല വെയിൽ വന്ന് തുടങ്ങിയല്ലോ. നല്ല വെയിൽ വന്ന് കഴിയുമ്പോൾ അഡീനിയംസ് എല്ലാം നല്ലതുപോലെ പൂക്കും. അഡീനിയംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഇലകളില്ലെങ്കിലും പൂക്കളില്ലെങ്കിലും അതിൻ്റെ കോഡക്സും ഈ ബ്രാഞ്ചസും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം നമുക്കിതിൻ്റെ ചോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഈസി ആയിട്ട് ലോ കോസ്റ്റ് വളമല്ലേ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നത്. അതായത് നമ്മുടെ അപ്പൂസ് കണ്ടോ ഇതെല്ലാം നോക്കിയിരിക്കുന്നത് കണ്ടോ. അവൻ കുളിച്ച് റെഡിയായിരിക്കുകയാണ്. അവനിപ്പോൾ റെഡിയായി വരികയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇന്നത്തെ ഈ ഗാർഡൻ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.